ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ NH-66 ദേശീയപാത വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞാനുള്ളത് വടകര ടൗണിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ ഞാനുള്ളത് ഇപ്പം ചോറോഡ് ഭാഗത്തുള്ളത്. ചോറോഡ് ഭാഗത്ത് നിന്ന് തുടങ്ങാം. ഇവിടെ ചെറിയൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച കാണിച്ച് നേരെ വടകര ടൗണിലേക്ക് പോട്ടോ. അവിടുത്തെ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നിൽക്കണം നമ്മുടെ റെയിൽവേ ക്രോസിങ്ങിന് ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. സ്റ്റീൽ ബ്രിഡ്ജ്, സ്റ്റീൽ ബൗ സ്ട്രിങ് എന്ന് പറഞ്ഞ സാധനം. ഈ സാധനം 800 ടണ്ണ് വെയിറ്റ് വരുന്ന സാധനം കേട്ടോ. അത് കുറ്റിപ്പുറത്തും ഇതുപോലെ വർക്ക് കഴിഞ്ഞിട്ട് ഇതുപോലായി നിൽക്കുന്നുണ്ട്. റെയിൽവേ ക്രോസ് അങ്ങോട്ടേക്ക് ആ ടോപ്പിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. ഇവിടെ എടുത്തു വെക്കാൻ വേണ്ടി ഇവിടെ സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. 800 ടണ്ണ് അവിടെ നിന്ന് ഇങ്ങനെ നിരക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനവിടെ ഒരു സ്റ്റാർട്ടപ്പ് വർക്കൊക്കെ അവരവിടെ ഇങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. പിന്നീട് എന്ത് പറ്റിയാർക്കിച്ചുണ്ട്, കുറച്ചു കാലമായി ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇരുമ്പൊക്കെ അങ്ങനെ റസ്റ്റ് പിടിക്കില്ലേ. നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഇരുമ്പൊക്കെ നല്ല സ്റ്റീലുകളായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഇവർ സപ്പോർട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ റസ്റ്റ് പിടിക്കുന്ന മാതിരിയൊക്കെ ഉണ്ട്. എന്തായാലും വാഗട് ഇപ്പം അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണിക്കാരൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 വണ്ടി കോൺക്രീറ്റ് വന്ന് കിടക്കുന്നുണ്ട്. ഇതുപോലെ വാഹനങ്ങളും പണിക്കാരും ഒക്കെ ഉഷാറാക്കിയാലല്ലോ വാഗടും പെട്ടെന്ന് വർക്ക് തീർക്കുന്നതായിരിക്കും കേട്ടോ. പോരാ, സ്പീഡ് ഇനിയും കൂടാണ്ട് നല്ല മുളക് അങ്ങോട്ട് തേച്ച് കൊടുക്കണം, നല്ല സ്പീഡ് കൂടുള്ളൂ. നമുക്ക് വടകര ടൗൺ ഏരിയയിലേക്ക് പോട്ടാ. വടകര ടൗൺ ഏരിയയിലുള്ള ബ്രിഡ്ജിൻ്റെ വർക്കിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് സ്ലാബ് വാർക്കുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട്. യെസ്, ഈ ഭാഗം സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടോ. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ സ്ലാബൊന്നും വാർത്തിട്ടില്ലായിരുന്നു, വാർത്ത് കഴിഞ്ഞു. ഈ ഭാഗത്തേക്കാണ് നമ്മൾ ഒരു കൊല്ലത്തോളമായി ഇങ്ങനെ തന്നെ കാണുന്നു. അവിടെ ഒരു പീസ് 2-3 ഗാഡർ ലെവലിൽ ഒരു എലിവേറ്റർ ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗം വാർത്ത് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു വർക്കും നടന്നിട്ടില്ല കേട്ടോ. ഈ ഭാഗമൊക്കെ ഇത് 2 ബ്രിഡ്ജിൻ്റെ ഇടയിലായിട്ട് ഈ മണ്ണിട്ട് നികത്തിക്കൊണ്ടുള്ള ആറിപ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ടുള്ള വർക്കാണോ, അതോ എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടോ? എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ വരുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഉഷാറായി. മറ്റ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പൊളിന കാഴ്ചകൾ കാണുന്നില്ലേ. അപ്പം എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ ലാസ്റ്റ്. പിന്നീട് എന്താ പറ്റില്ല, അതന്നെ വർക്ക് ചെയ്യേണ്ടി വരും. സ്റ്റെപ്പൊക്കെ റെഡിമെയ്ഡ് ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ, അതിൻ്റെ മുകളിൽ കയറാനായിട്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ എങ്ങനെ കേട്ടോ. ഇതൊക്കെ പ്ലെയിൻ സ്ലാബുകൾ, അതായത് റെഡിമെയ്ഡ് സ്ലാബുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ. അവിടെ കണ്ടില്ലേ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സ്ലാബ് വെച്ച് കുറച്ചുകൂടി നീക്കാനുള്ളതാണ് അല്ലേ. അല്ല, ആ ബീം അവിടെ വാർക്കാനുള്ളതാണ്. പീസ് സ്ലാബുകൾ വെച്ച് സെറ്റാക്കുന്ന ബ്രിഡ്ജാണ് കേട്ടോ അത്. കോഴിക്കോട് ജില്ലയിലെ ഒരു വെറൈറ്റി വർക്ക്. ക്യാംസിൻ്റെ വർക്കിലും KNRCയുടെ വർക്കിലും ഇങ്ങനത്തെ വർക്കില്ല കേട്ടോ. 2 ഗാഡറിൻ്റെ മുകളിൽ സ്ലാബ് എടുത്ത് വെക്കുക. അതായത് 4 മീറ്ററിൻ്റെ സ്ലാബുകൾ പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കമ്പി കെട്ടിയിട്ട് പിന്നെ കോൺക്രീറ്റ്, മൊത്തത്തിലൊരു കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി. ഏകദേശം ഒരു 10 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് ഉണ്ടാവും അല്ലേ. അത് അടിപൊളി പരിപാടി, പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് കേട്ടോ. ഡാക്ക് ഷീറ്റ് അതൊരു ലാഭമുള്ള പരിപാടി തന്നെയാണ്. ഇരുമ്പിൻ്റെ ഷീറ്റ് വെച്ചിട്ട് വാർക്കണ്ടില്ല, അതിനും കുത്തുകളൊന്നും വേണ്ട. ഇതും അതുപോലെ കുത്തിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുക. ഇതിൻ്റെ മുമ്പത്തെ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റുകൾ വെച്ച് അടിച്ച് അതിൻ്റെ മുകളിൽ ഇതൊക്കെ കുത്തുകളൊക്കെ വെച്ച് റെഡിയാക്കുന്ന പരിപാടികൾ. അപ്പോഴും ഊരാളുങ്കലിൻ്റെ വർക്കിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കണ്ടിരുന്നു. ഇപ്പം ഇനി നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. വടകര ടൗൺ ഏരിയയിലേക്ക് പ്രധാന ജംഗ്ഷൻ ഏരിയയിലേക്ക് വരുമ്പം ഇവിടെയൊക്കെ തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് ഗാഡറുകൾ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏത് സമയത്താണ് ഗാഡർ എടുത്ത്, പകലെന്തായാലും ആ റോഡിൻ്റെ മുകളിൽ എടുത്ത് വെക്കൽ നടക്കുമോ അറിയില്ല. ഗാഡർ എടുത്ത് വെക്കുന്ന കാഴ്ചകൾ അവിടെ കാണില്ല. മെഷീനൊക്കെ ഉണ്ട് അവിടെ, നമ്മുടെ വലിയ ക്രെയിനൊക്കെ ഉണ്ട് അവിടെ. അതവിടെ രാത്രിയിൽ വർക്ക് ചെയ്യാണോ, സർവീസ് റോഡിൻ്റെ മുകളിൽ നിർത്തിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് ഗാഡർ എടുത്ത് വെക്കാൻ. അങ്ങനെ ആവാനും സാധ്യതയുണ്ട്, എന്താ അറിയില്ല. കണ്ടിട്ടില്ല, പകലെടുത്ത് വെക്കണ ആരും കണ്ടുകണോ. 2 മെഷീൻ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇപ്പറത്താ നമ്മളെ ഗാഡറും വഹിച്ചു കൊണ്ടുവരുന്ന വാഹനം ഇവിടെ ഉണ്ട്. നമ്മുടെ ഇരിങ്ങൽ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വലിയ ഗാഡറുകളൊക്കെ വാർത്ത് വെച്ചിരിക്കുന്നത്. അവിടുന്ന് കൊണ്ടുവരണം.
ഈ ഭാഗത്ത് അതുപോലൊക്കെ സെറ്റായി ഇങ്ങനെ നിൽക്കുന്നു. ഗാഡർ എടുത്ത് വെക്കുന്ന ജോലിയാണിത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് പരിപാടി ഒരു ഐഡിയ കിട്ടില്ല. അവിടെ അതുപോലെ കുറച്ചൊരു അണ്ടർപാസ് പോലെ ഇത് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ ആണോ നല്ലത്. പക്ഷെ മണ്ണിട്ട് നികത്തി കൊണ്ടുള്ള ആണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഒരു ഐഡിയ കിട്ടില്ല. വർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു വാട്ടർ പാസിൻ്റെ മെയിൻ ഇത് വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സ്ലാബ് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു 500 മീറ്ററോളം ഇങ്ങോട്ട് വന്നതിന് ശേഷം കേട്ടോ ഞാൻ പറഞ്ഞ ഇവിടെ ചെറിയൊരു രണ്ട് പിയറും ഗാഡറൊക്കെ വെച്ച് സ്ലാബൊക്കെ വാർത്തിട്ട് ഇതൊക്കെ അണ്ടർപാസിനായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെയൊക്കെ മണ്ണിട്ട് നിരത്തിക്കൊണ്ടുള്ള റോഡായിരിക്കും കേട്ടോ. വാഗടിൻ്റെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സൈഡ് വാൾ അല്ല ഗാഡറിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ലാബിൻ്റെ പീസുകൾ എടുത്ത് വെക്കണം. അത് ഇവിടെ വാർക്കണ കാഴ്ചാട്ടങ്ങൾ കാണണേ. അങ്ങനെ ഞാൻ ഇരിങ്ങൽ ഭാഗത്തെത്തിയിട്ടാ. ഇരിങ്ങൽ ഭാഗത്ത് അവിടെ കഴിഞ്ഞ വട്ടം വരുമ്പോൾ അവിടെ കമ്പിയൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്ന കണ്ടിരുന്നു. 2 ഭാഗം ഇപ്പം സൈഡ് കോൺക്രീറ്റ് ചെയ്തു, മുകളിൽ സ്ലാബ് വാർത്തു ഒക്കെ ഉഷാറായിട്ടോ. എത്ര 4 മീറ്റർ 4.5 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇത് മതി ഉഷാറ്, അടിപൊളി അണ്ടർപാസ്. പകുതി ഭാഗത്തിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കാനുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് വാളിൻ്റെ വർക്കൊക്കെ അവിടെ പണിക്കാരൊന്നുമില്ല. അവിടെ പണിക്കാരൊന്നും കാണുന്നില്ല കേട്ടോ. പണിക്കാർ റെസ്റ്റിലാണ്. ഇവിടെ അതുപോലെ സൈഡ് വാളിൻ്റെ വർക്ക് ഉഷാറായിട്ട് വലിയ കോൺക്രീറ്റ് ആണ് കേട്ടോ. എത്ര വീതിയിലാണ് അത് കോൺക്രീറ്റ് ചെയ്ത്. ഇവിടെ വലിയ വാളനാട്ടോ വരുന്നത്. ഒരു 10-12 അടി വീതിയിലുണ്ടാവും. ഒരടി ഈ ഭാഗം ഒരടി ഹൈറ്റ്, ആ ഭാഗത്തേക്ക് ഒരു 3 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ടാവും. യെസ്, ഇതിൻ്റെയുള്ളൊക്കെ വെയിറ്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും വാളം അങ്ങോട്ട് മാറിയില്ല. നല്ല തിക്കിലാണ് അത് വാർക്കുന്നതും. ഒരു 1.5 അടി 2 അടി അടിയിലേക്ക് മുകളിലേക്ക് ഒരു 1.25 അടി ആ വീതിയിൽ ഉള്ള വാളുകളാണ്. അപ്പം അതങ്ങനെ ഒരിക്കലും അങ്ങോട്ട് മറിയില്ല കേട്ടോ. മറിയണമെങ്കിൽ ഈ അടിഭാഗം അങ്ങോട്ട് പൊങ്ങണ്ടേ. അടിഭാഗം പൊങ്ങണമെങ്കിൽ ഈ മണ്ണ് അതിൻ്റെ മുകളിൽ 10 അടി ഇത് വീതിയുള്ള ഇതിൻ്റെ മുകളിൽ മണ്ണുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരിക്കലും പൊങ്ങൂല. അതാണ് സൈഡ് വാൾ കോൺക്രീറ്റ്. അടിയിൽ നല്ല പിടുത്തം വേണം. വീതിയിൽ ചെയ്താൽ വാൾ ഒരിക്കലും ഒന്നാവില്ല. ഈ ഭാഗം ഇങ്ങനെ വർക്ക് ഇങ്ങനെ വാൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ ഭാഗത്തെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഈ മണ്ണിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മളെ വടകര മുതൽ നന്ദി വരെയുള്ള വർക്ക് ഇനി വല്ലാതെ വർക്കുകളൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇനി ചെറിയ വർക്കുകളൊക്കെ ഒന്ന് ഫിനിഷിങ് ആയാൽ സംഭവം ഇത്ര ദൂരം ഉഷാറാവും. പിന്നെ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കഥ ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ പയ്യോളി ടൗണിലെ കാഴ്ചകൾ കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കാം കേട്ടോ. പയ്യോളി നമ്മുടെ അണ്ടർപാസിൻ്റെ വർക്കും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ജോലിക്കാർ മൊത്തമുണ്ട്. കാണുമ്പം കണ്ണിന് കുളിർമയാണ്. വാഗടിൻ്റെ വർക്കിൽ ഇങ്ങനെ ജോലിക്കാരെ കാണുമ്പം. ഇത് വെള്ളമായിട്ട് വന്ന ടാങ്ക്. അവിടെ എന്താ ഇടുന്നത്? പാറപ്പൊടിയോ? ഇവിടെ ആ സൈഡിൽ നമ്മളെ ക്രാഷ് ബാരിയറിൻ്റെ മെയിൻ കോൺക്രീറ്റിൻ്റെ മുമ്പ് ഓരോ റെഡിമെയ്ഡ് കഷ്ണങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ സ്ലാബ് നമ്മുടെ റോഡിൻ്റെ മുകളിലേക്ക് ഒരു 1.5 മീറ്റർ വീതിയിൽ വാർക്കാൻ വേണ്ടിയിട്ട് കമ്പി വർക്കുകളൊക്കെ എടുക്കുന്ന കാഴ്ചകളാട്ടോ നമ്മൾ കാണുന്നത്. കമ്പിപ്പണി എടുക്കുന്നതാണ്. അതൊക്കെ ഓരോ പീസുകളാട്ടോ. ഓരോ പീസ് ക്രാഷ് ബാരിയറിൻ്റെ ചെറിയ പീസുകൾ അവിടെ റെഡിമെയ്ഡ് അടിയിലൊരു കോൺക്രീറ്റ് ബീം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ഇനി അത് നമ്മുടെ മെഷീനോട് കോൺക്രീറ്റ് ചെയ്യുക ക്രാഷ് ബാരിയർ. ഇവിടെ വരുന്ന പലക വെച്ചിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക്, അവിടെ പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ. അതിലേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നു. നമ്മുടെ ക്രെയിനിൽ അത് ഇവിടെ താഴത്തേക്ക് ഇറക്കി വെക്കുന്നു. അത് 3 കൂടി ഒരുമിച്ച് പൊക്കാൻ പോവുക.
ആ അത് പകുതി സാധനമാണല്ലോ, ഫുള്ള് ബ്ലോക്കല്ല, ഇത് പകുതി ബ്ലോക്കാണ്. ആ അതവിടെ പൊന്തി. ഇപ്പോൾ ലോറി തന്നെ ഒന്നവിടെ പൊന്തിട്ടോ. പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 ടൺ ഉണ്ടാവും കേട്ടോ, 1.5 ടണ്ണ് സാധനം ഉണ്ടാവും. അത് എന്താ അതിന് പൊങ്ങില്ലേ. ഇതൊക്കെ എന്ത് ആ ക്രെയിൻ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് നല്ല ടാറിങ്ങൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വളരെ മോശം, ഇനിയൊക്കെ കുറേയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സർവീസ് റോഡ് അധികം നമ്മുടെ വാഗടിൻ്റെ ഇതിൽ ഒക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതന്നെ മതി വാഹനങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ. അത് റെഡിയായാൽ തന്നെ ആ ജനങ്ങൾ ഈ കുറ്റം പറച്ചിലൊക്കെ കുറേ കണ്ട് നിന്നിട്ടു. ഇനിയുണ്ട് കുറച്ച് സർവീസ് റോഡൊക്കെ ടാറിങ് ചെയ്യാനായിട്ട്. എല്ലാ ടൗണിലും അത്യാവശ്യം പാർക്കിംഗ് ആണ് എല്ലാ ടൗണിലും വേണ്ടത് അത്യാവശ്യമായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള റോഡ് പോകുമ്പോൾ വലിയ ഏറ്റെടുപ്പിലാകുമ്പോൾ സംഭവം ഉഷാറായി ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അവിടെ നമ്മുടെ പ്ലെയിൻ ബ്ലോക്ക് വെക്കുന്ന ജോലിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. പോയി നോക്കാം. യെസ്, അതെ, പ്ലെയിൻ ബ്ലോക്ക് വെക്കുന്ന ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ബ്ലോക്കുകൾ ഇങ്ങനെ വെക്കുക, മണ്ണിടുക, ടൈറ്റാക്കുക. അടിയിൽ ഒരു ബെൽറ്റിൻ്റെ ആവശ്യമില്ല, ബെൽറ്റ് വെച്ചുക്കണം. അടിയിൽ മണ്ണിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്ന സാധനം കൊണ്ട് ബെൽറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോഴാണ് ലെയറായിട്ട് ബെൽറ്റ് വെച്ചിങ്ങനെ ടൈറ്റാക്കി പോവുക. ഇത്ര മണ്ണ്, ഇനി എത്ര മണ്ണ് കൂടെ കൊണ്ടുവരണം. അടിപൊളി. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ വടകര, ഇരിങ്ങൽ, പയ്യോളി ഭാഗത്തെ കാഴ്ചകൾ കേട്ടോ. വർക്കുകളൊക്കെ പയ്യോളി ഭാഗത്ത് ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഇരിങ്ങൽ ഭാഗത്ത് പണിക്കാരെ തന്നെ കണ്ടില്ല. വടകര ഭാഗത്ത് കുറച്ച് പണിക്കാരുണ്ട്. അങ്ങനെ കൂടിയായിട്ട് വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.